കഴിഞ്ഞ ദിവസം ഇറാൻ ഡ്രോൺസും ക്രൂയിസ് മിസൈലും ഇസ്രയേലിലേക്ക് അയക്കുന്നത് നമ്മൾ കണ്ടു. വളരെ ദൂരെയുള്ള ഇറാഖും കടന്ന് അത് ലെബനോൺ, സിറിയ, ജോർദാൻ കടന്നു വേണം ഇസ്രയേലിൽ ആ മിസൈൽ എത്താൻ. ഏതായാലും അക്രമം പ്രതീക്ഷിച്ചാണ് ഇസ്രയേൽ ഇരുന്നത്. ഇസ്രയേൽ കൃത്യമായി 331 ഡ്രോൺസും ക്രൂയിസ് മിസൈലും വന്നത് അവർ വെടിവെച്ചിട്ടു. ഒരെണ്ണം മാത്രം മിസ്സായി ഇസ്രയേലിൽ ഒരു കുഞ്ഞു കൊച്ചിന് പരിക്കേറ്റു. ഇതിന്റെ തുടക്കം നമുക്കറിയാം. ഏതായാലും ഏപ്രിൽ 1 അവരുടെ ബോംബിങ് മൂലം ജോർദാൻ ക്യാപിറ്റലുണ്ടായിരുന്ന ഇറാന്റെ കോൺസുലേറ്റിലെ അവരുടെ ഏറ്റവും വലിയ 2 ജനറൽമാരെയും 7 അവരുടെ പട്ടാളക്കാരെയും ബോംബിട്ട് തകർത്തു. ഒരു റീടാലിയേഷൻ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നത്. ഇറാൻ അടങ്ങിയിരിക്കില്ല. ഇറാന് എന്ന വലിയ രാഷ്ട്രത്തില് അവിടെ 100 പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അയത്തുള്ള ഖമേനി ഉൾപ്പെടെയുള്ള ഇന്നത്തെ നേതാക്കന്മാര്, അവരുടെ രാജ്യത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ജനറൽ, അയാളും കൊല്ലപ്പെട്ടു. ജോർദാനിലെ അക്രമത്തിലെ 2 ജനറൽമാരിൽ ഒന്ന് ആ നാട് ബഹുമാനിക്കുന്ന യുദ്ധതന്ത്രജ്ഞനായ യുദ്ധവീരനായ ഒരാളുണ്ടായിരുന്നു. അയാൾ കൊല്ലപ്പെട്ടു. അതിന്റെ പ്രതികാരമാണ് ഇപ്പം ചെയ്തത്. ആയിരക്കണക്കിന് അകലെയുള്ള ഇറാനിൽ നിന്ന് അവർ മിസൈലും ഡ്രോൺസും തൊടുത്തു വിട്ട് ഇസ്രയേലിലേക്ക്. ഇസ്രയേല് അതിന് തീർച്ചയായിട്ടും പ്രതികാരം ചെയ്യും. പല രാഷ്ട്രങ്ങൾ നേതാക്കന്മാരും ചർച്ചകളൊക്കെ ഞാൻ കണ്ടു. ഇസ്രയേല് സമാധാനത്തോടെ ഇരിക്കും എന്നൊക്കെ പലരും പറയില്ല. ഇസ്രയേൽ പ്രതികാരം ചെയ്യും. ഇസ്രയേൽ ഇപ്പോൾ അത് പറയുകയും ചെയ്തു. അവസരം വരുന്ന ആ സന്ദർഭത്തിൽ തിരിച്ചടിക്കുമെന്ന്. ഇസ്രയേല് 1948 ഒരു സ്വതന്ത്ര രാജ്യമായി വന്നത്. ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 നമ്മൾ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി. ആ സമയത്ത് അതിനുശേഷം 5-6 മാസം കഴിഞ്ഞപ്പോൾ ഇസ്രയേലും 1948 ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജൂസ്, അവർക്ക് രാജ്യമില്ല, അവരുടെ ജന്മസ്ഥലമാണെന്ന് കരുതുന്ന ഇസ്രയേലിലേക്ക് അവർ പതുക്കെ വന്നു ചേർന്നു. 1948 അവർ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. അവിടെ ഇസ്രയേലിലെ ജൂതന്മാരുടെ അവിടെ ചെറിയ വിഭാഗം പാലസ്തീനിയൻകാരുണ്ട്. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഇസ്രയേൽ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ രാജ്യമാണ്. പക്ഷേ വലിയ പവർഫുള്ളായ ഒരു രാജ്യമാണ്. രാഷ്ട്രതന്ത്രജ്ഞയിലും യുദ്ധത്തിലും ലോകം കണ്ട ഏറ്റവും വലിയ വീരന്മാരുള്ള സ്ഥലം തന്നെയാണ്. ചെറിയ രാഷ്ട്രമാണെങ്കിലും അതിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. വലിയ യുദ്ധങ്ങളൊന്നും അവർ നയിച്ചതായിട്ട് നമുക്കറിയില്ല. എങ്കിലും 1948 ഇസ്രയേൽ സ്വാതന്ത്ര്യം പ്രാപിച്ച ശേഷം 1967 6 ദിവസത്തെ യുദ്ധം ചെയ്തു അവർ, ഈജിപ്തും സിറിയയും ജോർദാനുമായിട്ട്. അതാണ് ഇസ്രയേൽ എന്ന രാഷ്ട്രം രൂപം കൊണ്ട ശേഷം ആദ്യമായിട്ട് ഉണ്ടാകുന്ന യുദ്ധം 1967. ആ യുദ്ധത്തിൽ ഇസ്രയേലിന് ആ ചെറിയ രാജ്യത്തിൻ്റെ തെക്ക് വശം, സീനായ് മരുഭൂമിയൊക്കെ കിടക്കുന്ന രാജ്യത്തിൻ്റെ തെക്ക് വശം, ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം, ആ ഗാസ സ്ട്രിപ്പ് ഇസ്രയേൽ പിടിച്ചെടുത്തു. ഈജിപ്തിന് അവിടുന്ന് പിന്മാറി. അതാണ് അവരുടെ ആദ്യത്തെ യുദ്ധ വിജയം. ആ ഗാസ സ്ട്രിപ്പിലാണ് ഇപ്പം ഹമാസ് എന്ന മിലിറ്റന്റ് സംഘടനകൾ ഇസ്രയേലുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏതാനും 6 മാസം മുമ്പ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ ഗാസ സ്ട്രിപ്പിലുള്ള ഹമാസ് എന്ന മിലിറ്റന്റ് ടെററിസ്റ്റ് ഗ്രൂപ്പ് 3000-ഓളം പേര് ഇസ്രയേലിട്ട് അവരുടെ ഫെൻസിങ് ഭേദിച്ചകത്ത് കയറി അവിടെയുള്ള കുറെ ഇസ്രയേലി പട്ടാളക്കാരെ കൊന്നു. അവിടുന്ന് കുറച്ച് ആൾക്കാരെ അവർ പിടിച്ചുകൊണ്ടുപോയി. ഇതാണ് ഇപ്പോഴത്തെ ഗാസയിലുള്ള പ്രശ്നത്തിന്റെ തുടക്കം.
പക്ഷെ അവിടെ നിന്നാണ് നമ്മൾ ആധുനിക യുദ്ധമുറകളിൽ ഒന്നായ ടണൽ വാർഫെയർ ഒക്കെ നമ്മൾ കാണുന്നത്. കാരണം അവിടെയുള്ള മിലിറ്റന്റ് ഗ്രൂപ്പായ ഹമാസ് അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അവർക്ക് ഫുഡ് കൊണ്ടുവരാൻ, അങ്ങോട്ട് കൊണ്ടുവരാൻ, ആയുധങ്ങൾ കൊണ്ടുവരാൻ അവർ ഈജിപ്തിലേക്ക് തുരങ്കം നിർമ്മിച്ച ചരിത്രമാണ് ആധുനിക യുദ്ധമുറകളിൽ ഏറ്റവും വലുതായിട്ട് നമ്മൾ കാണപ്പെടേണ്ട ഒരു കാര്യം. ഇസ്രയേലിന്റെ ശക്തി എന്താണെന്ന് ഇപ്പോ ലോകം മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഗാസ സ്ട്രിപ്പ് അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് അവിടെ ഹമാസ് ശ്രമിച്ചു, അത് വിലപ്പോയില്ല. 1967 യുദ്ധത്തിന് ശേഷം ഒരു നേട്ടം ഇസ്രയേലിനുണ്ടായി, അവര് ഗാസ മുനമ്പ് പിടിച്ചെടുത്തു എന്നുള്ളതാണ്. ഗാസ മുനമ്പ് നമ്മൾ നോക്കിയാൽ ഈജിപ്തിനും ഇസ്രയേലിന്റെ തെക്ക് വശമായ പ്രദേശമാണ്. ഏകദേശം 24 മൈല് നീളമുണ്ട് ആ സ്ട്രിപ്പിന്. 24 മൈലോളം മെഡിറ്ററേനിയൻ കടലോരമുണ്ട്. ആ പ്രദേശമാണ് പാലസ്തീനിയൻകാർ ഇപ്പം ഓർഗനൈസ് ചെയ്ത് അവിടെ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രയേലിലെ അവിടുത്തെ ജനസംഖ്യ 93 ലക്ഷമാണ്. ഏകദേശം 6 ലക്ഷത്തോളം പേര് ഒറിജിനൽ ജ്യൂസ് അമേരിക്കയിലുണ്ട്. 6.5 ലക്ഷം പേരെ ജ്യൂസ് അമേരിക്കയിലുണ്ട്. ഇസ്രയേലിലുള്ള 93 ലക്ഷത്തും കഴിഞ്ഞാൽ ബാക്കി ഇസ്രയേലിൽ തന്നെയുള്ള അറബ് വംശജരായ ജ്യൂസാണ്. 6 ലക്ഷം അവരുണ്ട്. അറബ് അല്ലാത്ത ചില മുസ്ലിംസ് ഉണ്ട്, അത് വളരെ ചുരുക്കമാണ്. 50,000 പേരോളം വരും. ഇസ്രയേലിൽ ഒരു വർഷത്തെ 1.5% ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ശക്തി എന്താണെന്ന് നമുക്കറിയില്ല. കുറേയൊക്കെ അറിയാം, അവരോട് ഏറ്റുമുട്ടാൻ ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് ബുദ്ധിപരമായ പല പല ആയുധങ്ങൾ ലോകം കാണാത്തത് അവരുടെ കൈവശം ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പെഗാസസ് നമ്മൾ കണ്ടു. ലോകത്തുള്ള ഏത് രാജ്യത്തിലെയും പ്രസിഡന്റിനെ അവരുടെ മൊബൈലിനകത്ത് ഇസ്രയേലുകാർ കയറും. ആ മൊബൈലിൽ കയറി, അവരറിയാതെ കയറി, ആ മൊബൈലിനകത്തുള്ള സംഭാഷണങ്ങൾ, മൊബൈലിനകത്തുള്ള എല്ലാ കാര്യങ്ങളും കണ്ടെടുക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ചത് പെഗാസസ് ഇസ്രയേലാണ്. ലോകത്തിലെ ഒരു രാഷ്ട്രങ്ങൾക്കും ആ വിദ്യ എങ്ങനെയാണെന്ന് ഇന്ന് വരെ അറിയില്ല. ഏകദേശം 12 കോടി രൂപയാണ് പെഗാസസിന്റെ ആ ഒരു എക്യുപ്മെന്റ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ത്യ 5-6 എണ്ണം വാങ്ങിച്ചു എന്നാണ്. അത് ചില കോൺട്രാക്റ്റും അത് ചില എഗ്രിമെന്റും എഴുതിയെങ്കിൽ മാത്രമേ ഇസ്രയേൽ എന്ന ആ രാഷ്ട്രം ഇത് മറ്റു ലോകത്തിലുള്ള മറ്റു പലർക്കും കൈമാറ്റം ചെയ്യുകയുള്ളൂ. കാരണം പെഗാസസിന്റെ ബുദ്ധി എന്താണെന്ന് ലോകത്തിന് അറിയില്ല. പക്ഷേ ചോർത്താനായിട്ട് ഏത് സാധനവും ആരുടെയും ഏത് പ്രസിഡന്റിൻ്റെയും ലോകത്തിലെ ഏത് പ്രസിഡന്റിൻ്റെയും ഉപയോഗിക്കുന്ന ഡിജിറ്റലായിട്ടുള്ള ആ ഉപകരണത്തിനകത്ത് കയറാൻ, അതിനകത്ത് വിവരം അറിയാൻ സഹായിക്കുന്ന ഒരു പുതിയ കണ്ടുപിടുത്തമാണ് പെഗാസസ്. ഇപ്പോഴത്തെ ഈ ലോകരാഷ്ട്രങ്ങളിലെ പല നേതാക്കന്മാരും ഇസ്രയേല് ഇറാൻ വാറ് ഉണ്ടാകാതിരിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യാക്രമണം ഇസ്രയേലിന് എതിരായിട്ട് നടത്തിയത് ശേഷം ഇനി തങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കില്ല എന്നുള്ള കൂടെയുള്ള അവരുടെ പ്രവചനം വന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല, കാരണം അവരുടെ ഏറ്റവും വലിയ 2 ജനറൽമാരെ കൊന്നുകളഞ്ഞു ഇസ്രയേൽ. അതിനൊരു പ്രതികാരം നടപടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ രാഷ്ട്രം ഭരിക്കുന്നവർക്കും അവരുടെ മതമേധാവികൾക്കും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇറാനിൽ വിപ്ലവം ഉണ്ടാകും. അതുകൊണ്ടാണ് റിട്ടാലിയേറ്റ് ചെയ്തെന്നുള്ള അർത്ഥം വരുന്ന രീതിയിൽ അവര് ഇറാൻ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഒരു റിട്ടാലിയേഷൻ ആവശ്യമായിരുന്നു, ഞങ്ങൾ അത് ചെയ്തു, ഇനി ഞങ്ങൾ ചെയ്യില്ല എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാഴ്ച നമുക്ക് കാണാം. പക്ഷേ ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾ റിസർവ് ചെയ്തിരിക്കുന്ന തിരിച്ചടി തൽക്കാലം, അത് എങ്ങനെയാണെന്ന് ലോകത്തിന് അറിയില്ല. അമേരിക്ക പറഞ്ഞ് അങ്ങനെ ഒരു ഓപ്പൺ വാറിന് നിങ്ങൾ പോയാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ തുടക്കം ഇറാന് മിസൈൽ അയക്കുന്നതിന് തൊട്ട് മുമ്പ് ശതകോടീശ്വരനായ ഇസ്രായേലിലെ ഒരാളുടെ കപ്പല് അത് ഇറാൻ പിടിച്ചെടുത്തു. ബർമൂസ കടലിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഇറാന്റെ കസ്റ്റഡിയിലാക്കി. അതിനകത്ത് 17 ഇന്ത്യക്കാരുണ്ട്, 2-3 മലയാളികളും ആ കൂടെയുണ്ട്. ഇന്ത്യ അവരുമായിട്ട് നെഗോഷിയേഷൻ നടത്തി ഇന്ത്യക്കാരായ ആൾക്കാരുമായിട്ട് അവരുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും സംസാരിച്ചിരിക്കുന്നു. അവരെ ജീവനോടെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുന്നു. പക്ഷേ
ഇസ്രയേൽ പറഞ്ഞു, ഞങ്ങൾ തിരിച്ചടിക്കും, അതിൽ സമയമായിട്ടില്ല, സമയമാകുമ്പോൾ തിരിച്ചടിക്കും. അതേത് രീതിയിലുള്ള തിരിച്ചടിയാണെന്ന് നമുക്കറിയില്ല. നെഗോഷിയേഷൻ നടത്തി അവരുടെ കപ്പൽ ശതകോടീശ്വരനായ ഇസ്രായേലിലെ ആ ഉടമസ്ഥന്റെ കപ്പൽ വിട്ടുകൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ നടപടി. എന്തായാലും പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവും, തിരിച്ചടിക്കും. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അവിടുത്തെ രാഷ്ട്രീയപരമായ നേതാക്കന്മാരുടെ നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചടി ഉണ്ടാവും. ഇസ്രായേലിന്റെ സ്വഭാവം അനുസരിച്ച് തിരിച്ചടിക്കാതിരിക്കാൻ ഒക്കില്ല. ഇസ്രായേലിന്റെ രാഷ്ട്രത്തിനെ ഈ ലോകത്ത് നിന്ന് തുടച്ച് നീക്കും എന്നാണ് ഹമാസിന്റെ നേതാവ് പറയുന്നത്. കാരണം അവര് 1987 പാലസ്തീനിലെ ഇത്തിഫദ എന്ന ഒരു സംഘടന, മിലിറ്റന്റ് സംഘടനയുമായിട്ട് യുദ്ധമുണ്ടായി ഇസ്രയേല്. അത് 1987 ഓസ്ലോ കരാറിന്റെ അടിസ്ഥാനത്തിൽ അത് നിർത്തി, ആ യുദ്ധം നിർത്തി, ഒരു ഒത്തീർപ്പ് വന്നു. അങ്ങനെയാണ് നമ്മൾ യാസർ അറാഫത്തിനെ കാണുന്നത്. പലസ്തീനിയൻ ആൾക്കാര് വെസ്റ്റ് ബാങ്കില് അവിടെയുള്ള 3 റീജിയനിലാണ് ഈ പാലസ്തീനിയൻ അറബ്സ് സെൻട്രലൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വെസ്റ്റ് ബാങ്കിന്റെ തീരത്ത് 3 സ്ഥലങ്ങളില് അവിടെ ഒരു ഹമാസിന്റെ ഉൾപ്പെടെയുള്ള ടെററിസ്റ്റ് മിലിറ്ററികളുടെ ഒരു സംഘടനകളെല്ലാം ചേർന്ന് പാലസ്തീനിയൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആ 3 പ്രദേശങ്ങളോട് ചേർന്നിട്ട് പാലസ്തീൻ അതോറിറ്റി രൂപീകരിച്ചു. പല മിലിറ്റന്റ് സംഘടന ഉണ്ടെങ്കിലും ശരി, യാസർ അറാഫത്ത് അതിൻ്റെ നേതാവായി. അങ്ങനെ ക്രമേണ യുദ്ധത്തിൽ നിന്ന് നമുക്ക് പശ്ചിമേഷ്യയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്ന രീതിയിൽ 1996 മുതൽ 2000 യാസർ അറാഫത്ത് ആ പാലസ്തീൻ അതോറിറ്റിയുടെ ചെയർമാനായി. അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് വരെ കൊടുത്തു. പക്ഷേ അദ്ദേഹം 2006 മരണപ്പെട്ടു. അതോടുകൂടി ഈ മിലിറ്റന്റ് സംഘടനകളെല്ലാവരും അവരവരുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഹമാസ്. അതുപോലെ പ്രോക്സി സംഘടനകൾ, ഇറാന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി പ്രോക്സി സംഘടനകൾ ധാരാളം. ഇറാൻ നേരിട്ട് ഇസ്രായേലുമായിട്ട് യുദ്ധം ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ അവർ വളർത്തുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ലെബനോണിലുണ്ട്, അവര് ഇവിടെ പാലസ്തീനിലുണ്ട്, അതുപോലെ ഇറാഖിലുണ്ട്. അങ്ങനെ ഉള്ള സംഘടനകൾ, ഹൂതികളുണ്ട്, യമനിലുള്ള ഹൂതികൾ, എല്ലാവരും സടകുഴഞ്ഞെഴുന്നേക്ക് ഇസ്രായേലിനെതിരായിട്ട് ഇപ്പം നീങ്ങി തുടങ്ങി. ആ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഇസ്രായേലുമായിട്ടുള്ള ആ ശത്രുത വർദ്ധിച്ച് അവർ ഇന്റൻസിഫൈ ചെയ്യുകയാണ്. ഹൂതികൾ നമുക്കറിയാം, യമനിലെ നമ്മുടെ ഇന്ത്യയിലെ വാർഷിപ്പുകൾ വരെ അങ്ങോട്ട് നീങ്ങേണ്ട സന്ദർഭം നമുക്കുണ്ടായി. അവർ പല രീതിയിലുള്ള ശല്യങ്ങൾ ഷിപ്പുകൾക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ആ ഹൂതികളും ഇപ്പോൾ ഇസ്രായേലിലേക്ക് അവരും പറ്റുന്ന രീതിയിൽ റെഡ് സീ കൂടെ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എങ്കിലും പൊതുവെ ലോകരാഷ്ട്രങ്ങളെല്ലാവരും ഒരു യുദ്ധം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇസ്രായേലിനെ അവരുടെ ചെയ്തികൾ എന്താണെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് അറിയില്ല. ചില കാര്യങ്ങൾ നെതന്യാഹു ഉൾപ്പെടെ അവരുടെ പ്രൈം മിനിസ്റ്ററും അവരുടെ യുദ്ധം നിയന്ത്രിക്കുന്ന പ്രൈം മിനിസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടെയാണ് അവിടെ യുദ്ധം നിയന്ത്രിക്കുന്നത്. കാരണം ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവർ 3 പേരും സഹകരിച്ച് ഒന്നിച്ച് ഫൈറ്റ് ഏറ്റെടുത്ത്. ലോകരാഷ്ട്രങ്ങളിൽ പലരും അവരെ സമാധാനപ്പെടുത്തിയെങ്കിലും ഈ 3 പേരുടെ തലയിൽ കൂടിയാണ് യുദ്ധമുറകൾ പോകുന്നത്. എന്തായാലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഹമാസിനെ തകർക്കുന്ന രീതിയിലുള്ള ഗാസ മുനമ്പ് കംപ്ലീറ്റ് പിടിച്ചെടുക്കും ഇസ്രായേൽ. അത് ഒരു 30 ദിവസത്തിന് ശേഷം ഗാസ മുനമ്പ് മോചിപ്പിച്ച ശേഷം ഇസ്രായേൽ ഇറാനെതിരായിട്ട് നടപടി തുടങ്ങും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. എൻ്റെ ഒരു വിശകലനത്തിൽ കാണുന്നത് ഗാസ സ്ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് മോചിപ്പിക്കുക. ഏകദേശം അവിടുത്തെ 63,000 കുട്ടികളും അവിടുത്തെ സെറ്റിലേഴ്സും
കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവർ അവിടുന്ന് നീങ്ങി തുടങ്ങിയിരിക്കുന്നു. അവിടുന്ന് മാറി മാറി ഈജിപ്തിൻ്റെ അങ്ങോട്ട് അവർ നീങ്ങി. ഇസ്രയേൽ ചില പ്രസ്താവനകൾ അവിടെ നടത്തിയതിൽ നിന്നും വെസ്റ്റ് ബാങ്കിലേക്ക് പാലസ്തീൻസ് മാറണം, ഗാസ സ്ട്രിപ്പ് ഒരു തരത്തിൽ ഇനി വിട്ടുകൊടുക്കില്ല എന്ന് ഇസ്രയേൽ ശപഥം ചെയ്തിട്ടുണ്ട്. അവിടെ കുട്ടികളും അവിടുത്തെ സ്ത്രീകളും അവിടുത്തെ വൃദ്ധജനങ്ങളും കൊല്ലപ്പെടുന്നത് അവർ കണക്കാക്കുന്നില്ല. അവർ ഇത്രയും നാൾ 1948 മുതൽ ചുറ്റുമുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അടങ്ങിയ രാഷ്ട്രങ്ങളെല്ലാം ഇസ്രയേലിനെ എതിരായി ഫൈറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ലെബനൺ, അത് ഇസ്രയേലിൻ്റെ വടക്കറ്റത്തുള്ള മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ചെറിയ രാജ്യമായ ലെബനനിൽ, ആ ലെബനനിൽ ഹിസ്ബുള്ള, അവിടെ ടെററിസ്റ്റ് ഗ്രൂപ്പാണ് ഹിസ്ബുള്ള. തൊട്ടിപ്പുറത്ത് സിറിയ ഉണ്ട്, അതും ഇവരുടെ അതിർത്തി പങ്കിടുന്നതാണ്. ജോർദാനുണ്ട്. ഈ 3 രാഷ്ട്രങ്ങളിൽ മെഡിറ്ററേനിയൻ കടലിന് ഇടയ്ക്ക് കിടക്കുന്ന ചെറിയൊരു സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ ഇസ്രയേൽ. അതുകൊണ്ട് ഇസ്രയേലിലെ എക്സ്പാൻഷൻ വേണം. അവർ ഹമാസിനെ തുരത്തും. അതൊരു 30 ദിവസം കൊണ്ട് ഹമാസ് അവിടെ നിന്ന് നിഷ്പ്രഭമാകും. അവിടെയുള്ള ആൾക്കാർ പിൻവാങ്ങിയില്ലെങ്കിൽ അവരെ കൊല്ലുന്നതിന് മടിക്കില്ല. ഇസ്രയേൽ കൊന്നു തീർത്തിട്ട് ഗാസ സ്ട്രിപ്പ് അവർ മോചിപ്പിച്ചെടുക്കും. അതുകൊണ്ട് പാലസ്തീനിയൻ കരാറ് നേരത്തെ ഉള്ള പോലെ തന്നെ പാലസ്തീനിയൻസ് ഉള്ളവർ വെസ്റ്റ് ബാങ്കിലേക്ക് മാറി ഒരു സ്വതന്ത്ര ചെറിയ രാഷ്ട്രമായി അവരവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇറാന്റെ സപ്പോർട്ട് എത്രയുണ്ടെങ്കിലും ശരി, ഇറാൻ എത്ര ദൂരെ കിടക്കുന്നാലും ശരി, തീർച്ചയായിട്ടും റീറ്റാലിയേറ്റ് ചെയ്യുമ്പം അതിശക്തമായിട്ട് ഇനി ഇസ്രയേൽ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇസ്രയേല് ഇറാന്റെ അക്രമം പ്രതീക്ഷിച്ച് അത് പ്രതിരോധിക്കാനുള്ള തന്ത്രം അവർക്കറിയാം. 332 മിസൈലും ഡ്രോൺസും അയച്ചിട്ട് 331 എണ്ണവും അവര് തകർത്ത് കളഞ്ഞു. അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്ത് കളഞ്ഞ് നമ്മൾ കണ്ടു. സയന്റിഫിക് ആയിട്ട് എത്ര രീതിയിൽ മാലപ്പടക്കം പോലെ അന്തരീക്ഷത്തിൽ പൊട്ടിക്കൊണ്ട് ഇരിക്കുന്ന ആ മിസൈലും ഡ്രോൺസും കരയിൽ നിന്ന് അത് മുഴുവൻ ഓരോന്നും ടാർഗറ്റ് ചെയ്ത് അത് നശിപ്പിച്ച് കളഞ്ഞ്, അന്തരീക്ഷത്തിൽ വെച്ച് നശിപ്പിച്ച് കളഞ്ഞ നമുക്ക് അവിടെ കാഷ്വാലിറ്റി ഇല്ല. യുദ്ധതന്ത്രം എങ്ങനെയാണെന്ന് നമുക്കിപ്പം മനസ്സിലായി. കാരണം അങ്ങോട്ട് അടുക്കാൻ ഒക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം 3000-ഓളം അവിടെ പാലസ്തീനിയൻസ് ഇസ്രയേലിനകത്ത് പ്രവേശിച്ച് അവരുടെ ഫെൻസിങ് തകർത്ത് കരുതിയിൽ അവിടുത്തെ ഇന്റലിജൻസ് ഫെയിലിയർ ആണ് എന്ന് പറഞ്ഞെങ്കിലും അത് അനുവദിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കയറിക്കഴിഞ്ഞാൽ തിരിച്ചടിച്ച ലോകരാഷ്ട്രങ്ങൾ അവരുടെ ഒപ്പം നിൽക്കും. അതുകൊണ്ട് ഗാസ മോനമ്പ് കംപ്ലീറ്റ് ഇസ്രയേൽ കൈക്കലാക്കിയ ശേഷം മാത്രമേ ഇറാനെതിരായിട്ടുള്ള നടപടി ഒരു 30 ദിവസം കഴിഞ്ഞു ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്.